ഡൽഹി യൂണിവേഴ്സിറ്റി സിലബസിൽ മനുസ്മൃതി ഉൾപ്പെടുത്തി. നേരത്തെ പ്രതിഷേധം കൊണ്ട് മാറ്റിയ തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ധർമ്മശാസ്ത്ര എന്ന കോർ കോഴ്സിലെ പ്രധാന പാഠഭാഗമാകും മനുസ്മൃതി. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, നേരത്തെ പ്രതിഷേധം കാരണം മാറ്റിവെച്ച ഒരു തീരുമാനമാണ് ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് നയിക്കും എന്ന കാരണത്താൽ വലിയ പ്രതിഷേധം ഈ മനുസ്മൃതി ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നു. കഴിഞ്ഞ വർഷം ചരിത്ര പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കി മനുസ്മൃതിയെ കൊണ്ടുവരാനായിരുന്നു നീക്കം. പക്ഷേ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു പാഠ്യവിഭാഗം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മനുസ്മൃതി കൊണ്ടുവരികയുമാണ് ചെയ്തത്. 4 ക്രെഡിറ്റ് പോയിന്റുകൾ വിദ്യാർത്ഥികൾക്ക് ഈ മനുസ്മൃതി പഠിച്ചാൽ ലഭിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുയർത്തുന്ന ആളുകൾ പറയുന്നത് അത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യരെ മേലെത്തട്ട് താഴെത്തട്ട് എന്നെല്ലാം നിലയിൽ തിരിച്ച് അവരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതും ഒപ്പം തന്നെ സ്ത്രീ വിരുദ്ധമായ ഒട്ടേറെ പ്രസ്താവനകൾ അല്ലെങ്കിൽ നിയമസംഹിതകൾ ഉൾപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. ചെറുപ്പകാലത്ത് അച്ഛൻ്റെയും അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെയും ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും പുരുഷൻ്റെയും സംരക്ഷണയിൽ മാത്രം കഴിയേണ്ടവരാണ് അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. മാത്രവുമല്ല ശൂദ്രൻ എപ്പോഴെങ്കിലും പുരോഹിതന്മാരോട് അവരുടെ കടമയെക്കുറിച്ച് സംസാരിച്ചാൽ അവരുടെ ചെവിയിൽ തിളച്ച എണ്ണ ഒഴിക്കണം. അതേപോലെ ശൂദ്രരെ പോലെ തന്നെ കൊല്ലപ്പെട്ടാൽ കാര്യമായ കുഴപ്പമൊന്നുമില്ലാത്തവരാണ് സ്ത്രീകൾ എന്നൊക്കെ ഈ മനുസ്മൃതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പുരോഗമനമായിട്ടുള്ള ഒരു സമൂഹത്തെ പിന്നാക്കം നയിക്കുന്ന ഒന്നാണ് മനുസ്മൃതി. അത് സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിഷേധക്കാർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ശരി അനൂപ്.